ഞങ്ങള് അന്ന കാൻഡിൽസ് എന്ന ബ്രാൻഡിലാണ് ഞങ്ങള് മെഴുകുതിരി ചെയ്യുന്നത്. പിന്നെ 10 കൊല്ലത്തിനായിട്ടുള്ള 13 കൊല്ലത്തോളമായി ഇത് തുടങ്ങിയിട്ട്. അതുപോലെ ഞങ്ങള് സന്തോഷമായിട്ട് ചെയ്തു പോണു. പള്ളികളിലും ക്രിസ്ത്യൻ വീടുകളിലും ഒക്കെ അവിഭാജ്യ ഘടകമാണ് കാൻഡിൽസ്, നമ്മുടെ മെഴുകുതിരികൾ. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഈ കറണ്ട് കട്ടൊക്കെയുള്ള സമയത്ത് ഇത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ആധുനിക ലൈറ്റ്സ് ഒക്കെ അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ക്രിസ്ത്യൻ വീടുകളിലും പള്ളികളിലൊക്കെ ഇത് ഇല്ലാതെ പറ്റില്ല. പ്രാർത്ഥനകളിൽ ഒരു അവിഭാജ്യ ഘടകമായ കാൻഡിൽസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് കാണാം. അതിനായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറയിലാണ്. ഇവിടെ ആൻഡോ ചേട്ടനും ജെയിനി ചേച്ചിയും കൂടിയിട്ട് അന്ന കാൻഡിൽസ് എന്ന പേരിൽ മെഴുകുതിരികൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മെഴുകുതിരി ഉണ്ടാക്കുന്നത് എന്ന് കാണാം. ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത്, അത്തരം വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് അന്ന കാൻഡിൽസ് എന്ന് പേരിട്ടിരിക്കുന്നത്? അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ തുടങ്ങല്ല. അപ്പോ എത്ര വർഷമായി തുടങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു ബിസിനസ്? ഒരു 10 കൊല്ലത്തിനാട്ടിലും മീതിയുണ്ട്. 10 കൊല്ലമായി. എങ്ങനെയാ ഇതിലേക്ക് വന്നത്? എങ്ങനെയാ ഇങ്ങനെ ഒരു കാൻഡിൽസ് ഉണ്ടാക്കാം എന്നൊരു ചിന്ത വന്നത്? അത് ചിന്ത വന്നത് ഞങ്ങൾക്ക് സ്വർണ്ണപ്പണിയായിരുന്നു. അപ്പൊ സ്വർണ്ണപ്പണി കുറഞ്ഞു വന്നപ്പോ നമുക്ക് ടൈമിംഗ് ഉണ്ട് വീട്ടില് വെറുതെ. അപ്പൊ വീട്ടിലിരുന്ന് എന്തായാലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വീടിനോട് ചേർന്ന് തന്നെ അപ്പുറത്ത് പണി റൂം ഉണ്ടായിരുന്നു സ്വർണ്ണപ്പണി. അതെ തന്നെ. അപ്പൊ ഇവിടെ ഷെഡാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോ ചേട്ടനും കൂടി എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്സ് പറയോ? പ്രോസസ്സ് ആദ്യം മെഴുകു അടിക്കണു, ഉരുക്കണു, ഉരുക്കി അച്ചുമ നൂല് ചുറ്റി മോൾഡില് ഉരുക്കി ഒഴിക്കുക. ഇവ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ടാക്കണം തോന്നുന്നുണ്ട് അല്ലേ? ഇങ്ങനെ മെഴുകുതിരികളും പിന്നെ കപ്പ് കാൻഡിൽസ്. ഇത് എവിടെയാ ഡിമാൻഡ് ഇതിന് ശരിക്കും? ഇത് കൂടുതല് നമ്മള് വീടുകളിൽ ചിലവര് കത്തിക്കും. പിന്നെ സംസ്ഥേരിയില് മരിച്ച ആവശ്യങ്ങൾക്ക് കല്ലറയമ്മ കത്തിക്കാണ് കൂടുതൽ ഇത് ചെലവാകുക. ഇത് പിന്നെ എല്ലാ വീടുകളിലും അതെ, വീടുകളിലും അവരവരുടെ സ്റ്റാൻഡ് അനുസരിച്ച് വലിപ്പം അനുസരിച്ചൊക്കെ ഉപയോഗിക്കും. നിങ്ങൾ ഇങ്ങനെ ഷോപ്സിന് വേണ്ടി ഇങ്ങനത്തെ അതെ, കടകളിൽ ഇപ്പോ 2 4 മേടിക്കാൻ വരുന്നവര് ഇങ്ങനെ പെട്ടികളാക്കി കൊടുക്കുമ്പോ. മെയിനായിട്ട് ഇവിടെ ചുറ്റുവട്ടത്താണോ വിൽക്കുന്നത്? എങ്ങനെയാ? ഇവിടെ ചുറ്റുവട്ടത്ത് പൂച്ചിനിവാടം, മൂരകം, ചേർപ്പ്, പല്ലിശ്ശേരി ഭാഗത്തൊക്കെ. പിന്നെ പള്ളികൾ, പല്ലിശ്ശേരി പള്ളി, വല്ലച്ചിറ പള്ളി, പൂച്ചിനിവാടം പള്ളിയിലൊക്കെ. ഡെയിലി എത്ര ഉണ്ടാക്കും? എത്ര മെഴുകുതിരി, എത്ര ബോക്സ് ഉണ്ടാക്കും? അത് നമ്മള് ചെലവാവണനുസരിച്ച് സീസണൊക്കെ ആവുമ്പോ കൂടുതൽ ഉണ്ടാക്കും. പള്ളി പെരുന്നാളൊക്കെ വരുമ്പോ അതെ, പെരുന്നാൾ സീസൺ ആവുമ്പോ ചെലവ് കൂടുതലാവും. പെരുന്നാൾ സീസൺ കഴിഞ്ഞാ കുറയും. അപ്പൊ ചെലവ് ആവണനുസരിച്ച് ഈ മാസം നവംബർ മാസം ആവുമ്പോ നമുക്ക് കപ്പുതിരിയാണ് കൂടുതൽ ചെലവാകും. അപ്പം ഞങ്ങൾക്ക് മെരിച്ചാറുടെ മാസമാണ്. അപ്പൊ പിന്നെ അതെ, കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒക്ടോബർ മാസം മാതാവിന്റെ മാസമായിരുന്നു. അപ്പൊ ഈ മെഴുകുതിരിയാണ് കൂടുതൽ ചെലവാകും. എങ്ങനെയുണ്ട് ഈ ഒരു ബിസിനസ്? എങ്ങനെയുണ്ട് ഇതിന്റെ റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, അതിന്റെ വില, നമ്മൾ വിൽക്കുമ്പോ കിട്ടുന്ന വിലയൊക്കെ? കുഴപ്പമില്ല. നമ്മളിപ്പോ സ്വന്തം ചെയ്യുന്ന കാരണം നമുക്ക് ആരോടും കണക്ക് പറയേണ്ടാത്ത കാരണം കിട്ടണത് ലാഭം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു. ജോലി ഉണ്ട് ചേട്ടന്, ആ ഒഴിവ് സമയങ്ങളിലാണ് മെയിൻ ഒരു ജോലിയായിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിനുള്ള വരുമാനം ഇല്ല. നമുക്കിപ്പോ ഇതിന് ഒരു 20 രൂപ ലാഭം കിട്ടിയുള്ളെങ്കിൽ ആ കിട്ടിയത് ലാഭം എന്ന് മാത്രം. ഒരു 10 പാക്കറ്റ് വിൽക്കുമ്പോ 10-200 രൂപ കിട്ടിയാൽ നമ്മള് വെറുതെ ഇരിക്കാനായിട്ടും ഭേദം. ചെറിയ തോതിൽ ഒരു ബിസിനസ് വീട്ടിൽ തന്നെ ഇരുന്ന് ഫാമിലി ആയിട്ട് അവർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടു നടക്കാൻ തന്നെ പറ്റുള്ളൂ. പക്ഷെ ഇത് വലിയ തോതിൽ ചെയ്യുന്നവരുണ്ടാവും അല്ലെ? കളർഫുൾ ആയിട്ടുള്ള മെഴുകുതിരികൾ. അതെ, ഇപ്പോ കളർ കൂട്ടിയും മണം കൂട്ടിയൊക്കെ അല്ലെങ്കിൽ ഇതിൽ തന്നെ വെറൈറ്റി ചെയ്യാം. നമ്മള് വേറെ പണിക്ക് പോണ കാരണം അതെ നമുക്ക് കൂടുതൽ ചെലവാകും ഇതാണ്. പിന്നെ മറ്റുള്ളതൊക്കെ വല്ലപ്പോഴും വരണമൊക്കെ ചെലവ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളൊരു അച്ച് മേടിക്കണം, അതിന് കളറും ഒക്കെ. അപ്പൊ അതിനുള്ള ചെലവ് അതില്ല. അപ്പൊ പിന്നെ അതിനായിട്ടുള്ള അത് ചെലവുകൾ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഡിമാൻഡ് ഉള്ളത് കൂടുതൽ.
എന്തായാലും വളരെ സന്തോഷം ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് മെഴുകുതിരി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി, ഒപ്പം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റി. എല്ലാവർക്കും ഇങ്ങനെ സാധ്യതകളുണ്ട്, നമുക്ക് ചെറിയ ചെറിയ ബിസിനസ് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്വന്തമായിട്ട് ഒരു ഇൻകം, ഒരു ചെറിയ വരുമാനമായാലും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എന്തോ ടൈം ചെയ്യാം. അതൊരു മാതൃകയാണ് എല്ലാവർക്കും അല്ലെ, അത്യാവശ്യം ചെയ്യാവുന്നതാണ്. ചേട്ടനെ കഞ്ഞൂടി മുട്ടിക്കരുത്, ദൂരെ എടുക്കുമ്പോൾ ചെയ്തോളൂ. പക്ഷെ ഇത് നല്ലൊരു ബിസിനസ് മാതൃകയാണ്. ഇങ്ങനെ നമ്മുടെ മെഴുകുതിരി നമ്മള് നന്നായിട്ട് കത്തും അല്ലേ? കത്തും. ഇതെന്താ വാക്സ് എന്താ യൂസ് ചെയ്യാ? ഒറിജിനൽ അങ്ങനെയാണോ? ഇതിന് എന്തെങ്കിലും പേരുണ്ടോ ഈ വാക്സിന്? സാധാ വാക്സ് തന്നെ. ഓക്കെ. ഇതിൽ ആളുകൾ എങ്ങനെയാ അതിലൊരു കൃത്രിമത്വം വരുന്നത് എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾ പ്യുവർ വാക്സ് എന്ന് പറയുമല്ലോ, അപ്പൊ അതല്ലാതെ അവൈലബിൾ ആണോ? എന്തെങ്കിലും തരത്തിലുള്ള വാക്സ് വ്യത്യാസം ഉണ്ടോ? ഇല്ല, അത് മെഴുകിൽ തന്നെ ചിലപ്പോ നല്ലതും പൊട്ടെങ്കിലും ചിലപ്പോ കളർ കുറഞ്ഞ മെഴുക് വരും. അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ളത് ഇവിടുന്ന് പരമാവധി ക്വാളിറ്റി ഉള്ളതിന് കിട്ടണ്. പിന്നെ ആ വരുന്നതിൽ തന്നെ ചിലപ്പോ പഴക്കൊക്കെ ആയിട്ട് ഇത്തിരി കറുപ്പ് കളറൊക്കെ ആയിട്ട് വരുമ്പോ ചിലപ്പോ മെഴുതിരി ഉണ്ടാക്കുമ്പോ ഇത്തിരി കറുപ്പ് കളർ വരുന്നു. നല്ല അഭിപ്രായമുള്ള ഒരു നമുക്ക് ചെലവുണ്ട്. പലരും നല്ല തിരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് സാധനമായാലും നന്നായാലും ആൾക്കാർ വീണ്ടും വാങ്ങുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ മറ്റുള്ള മെഴുകുള്ള പോലെ ഇതിങ്ങനെ പൊട്ടി പൊട്ടി കത്ത അങ്ങനെയല്ലേ. ശരിക്കും കത്തി വെച്ചാൽ കഴിയുന്നത് വരെ അതേപോലെ തന്നെ കത്തും. അതാണ് ഈ മെഴുകിന്റെ പ്രത്യേകത. അതാണ്. എന്തായാലും വളരെ സന്തോഷം നമുക്ക് ഈ ഒരു മെഴുകുതിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ വിശദമായി കാണിച്ചു തന്നതിന്. നമ്മൾ അന്ന കാൻഡിൽസ് എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തുന്ന മെഴുകുതിരികളുടെ നിർമ്മാണ കാഴ്ചയാണ് ഈ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യയിൽ പരിചയപ്പെട്ടത്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.